ഇന്ന് നമുക്ക് 40-ലധികം പ്രായമുള്ളവരിൽ ഹാർട്ട് അറ്റാക്കിന്റെ വർധനവിന്റെ കാരണങ്ങൾ സംബന്ധിച്ചും കോവിഡ് വാക്സിനുകൾ ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. 40-ലധികം പ്രായമുള്ളവരിൽ ഹാർട്ട് അറ്റാക്കിന്റെ വർധനവിന്റെ കാരണങ്ങൾ. 40 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ അപകടം കൂടുതൽ കാണപ്പെടുന്നത് പല കാരണങ്ങളാലാണ്. ഇവയുടെ ചില പ്രധാന വിശദീകരണങ്ങൾ. പ്രായം കൂടുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി കുറയുകയും രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹാർമോൺ മാറ്റങ്ങൾ എന്നിവ ഹൃദയരോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഹൈപ്പർടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ. പ്രായം കൂടുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ദോഷകരമായിരിക്കും. കൊളസ്ട്രോൾ. ഉയർന്ന കൊളസ്ട്രോൾ നിലകൾ ഹൃദയത്തിന് മലിനതയും അകലമായ രക്തനാളികൾ മൂലം ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പഞ്ചസാര, കൊഴുപ്പ്, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്നിവയുടെ അധിക ഉപയോഗം ഹൃദയാരോഗ്യത്തിന് ദോഷകരമായിരിക്കും. മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദവും ഹൃദയാഘാതത്തിന് ഒരു പ്രധാന ഘടകമാണ്. പ്രമേഹം. പ്രമേഹം ഹൃദയത്തിലെ രക്തപ്രവാഹത്തെ ബാധിച്ച് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. 2. കോവിഡ് വാക്സിനും ഹാർട്ട് അറ്റാക്കിന്റെ ഇടപെടൽ. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കോവിഡ് വാക്സിനുകൾ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരിക്കുക. എന്നാൽ പ്രാധാന്യമായി ഇതെന്തുകൊണ്ടാണ്? വാക്സിനുകളുടെ സൈഡ് എഫക്റ്റുകൾ. ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ചെറുതായി വാക്സിനേഷൻ കഴിഞ്ഞു, ഹൃദയത്തിൽ വ്യതിയാനങ്ങൾ അനുഭവപ്പെടാം. ഉദാഹരണത്തിന് മയോകാർഡൈറ്റിസ് എന്ന അവസ്ഥ. ഹൃദയമണികൾക്ക് പുണ്ടുകൾക്കിടയിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ വാക്സിനേഷന് ശേഷം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നം വളരെ കുറച്ചു നേരങ്ങളിൽ മാത്രം ഉണ്ടാകുന്നു. ഹൃദയാഘാതവും വാക്സിനുകളും. നിലവിലെ ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് COVID-19 വാക്സിനുകൾ ഹാർട്ട് അറ്റാക്കിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നുവെന്ന തെളിവുകൾ എത്രയും കുറവാണ്. ഇതിന് ഫലപ്രദമായ പഠനങ്ങളും പൂർണ്ണമായ തെളിവുകളും ഇപ്പോൾ ലഭ്യമല്ല. 3. COVID-19 വൈറസ്, ഹൃദയാധികാരത്തിന്റെ അപകടം. COVID-19 വൈറസിന്റെ തന്നെ ഹൃദയത്തിന് ചില പ്രഭാവങ്ങൾ ഉണ്ടാക്കാം. COVID-19 ബാധിച്ചവരുടെ ശരീരത്തിലെ ചില വ്യതിയാനങ്ങൾ ഹൃദയത്തെ നേരിട്ടുള്ള ദോഷങ്ങൾ ചെയ്യുന്നു. അതിനാൽ COVID-19 വിഷങ്ങൾക്കും വൈറസിന്റെ പ്രഭാവങ്ങൾക്കും ഹൃദയാർജനങ്ങളിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്കുമിടയിൽ ഒരു ബന്ധമുണ്ട്. സംഗ്രഹം. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഹാർട്ട് അറ്റാക്കിന്റെ വർധനവ് പല കാര്യങ്ങൾ ചേർന്ന് സംഭവിക്കുന്നു. മാത്രമല്ല, COVID-19 വാക്സിനുകൾ ഹൃദയാവയവങ്ങളുമായി നേരിട്ട് സംവേദിപ്പിക്കുന്നില്ലെങ്കിലും ചില അപൂർവ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിശോധനകൾ കൂടുതൽ ആവശ്യമാണ്. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വാക്സിനുകൾ കൂടുതലായും ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നു. 40 മുകളിൽ പ്രായമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ അപകടം കൂടുതലാകുന്നതിന്റെ കാരണങ്ങൾ നിരവധിയാകാം. ഇവിടെയാണ് ചില പ്രധാന കാരണങ്ങൾ. പ്രായം കൂടിയേക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനവും പുഷ്കലമായിരിക്കും. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, കൂടിയ പാരമ്പര്യ പ്രവണത എന്നിവ ആകെ ഹൃദയാരോഗ്യത്തിന് അപകടം സൃഷ്ടിക്കുന്നു. പാരമ്പര്യം. കന്നി കുടുംബത്തിൽ ഹൃദയവ്യാധി ഉണ്ടായിട്ടുള്ളവർക്ക് അതിന് പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ. ഹൈപ്പർടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ ഹൃദയത്തിനും മൂത്രനാളികളിലും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇത് ഹാർട്ട് അറ്റാക്കിന്റെ അപകടം വർദ്ധിപ്പിക്കുന്നു. ആഹാരം. കൊളസ്ട്രോൾ, കൊഴുപ്പുകൾ, പഞ്ചസാര എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഹൃദയാവ്യാധിക്ക് കാരണമായേക്കാം. പുകവലി, നിക്കോട്ടിൻ ഹൃദയത്തിന് മിതമായ നഷ്ടം നൽകുകയും ഹൃദയാഘാതത്തിന്റെ സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ഡയാബറ്റീസ്, പച്ചക്കോക്ക് മാത്രം അല്ലെങ്കിൽ തെറ്റായ പോഷകാഹാരം, മണ്ണ്, കൂടിയ പഞ്ചസാര, കുളിരുകൾ എന്നിവ ഹൃദയാരോഗ്യത്തിന് ദോഷകരമാണ്. അനുകൂലമായ പ്രവർത്തനങ്ങൾ, വിശ്രമം അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം ഹൃദയാരോഗ്യത്തിന് അതീവ പ്രാധാന്യമുള്ളതാണ്. ഇവയെല്ലാം ചേർന്ന് പ്രായം കൂടിയവർക്കുള്ള ഹൃദയാഘാതത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉയർന്ന കൊളസ്ട്രോൾ. ശരീരത്തിലെ കൊളസ്ട്രോൾ നിബന്ധനകൾ പലപ്പോഴും ഹൃദയവ്യാധി ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ കുഴഞ്ഞ കൊളസ്ട്രോൾ ഉയർന്നാൽ രക്തക്കടലാസുകളിൽ അലങ്കാരങ്ങൾ രൂപപ്പെടും. ഇത് എപ്പോഴെങ്കിലും ഹൃദയമൂലവും മസ്തിഷ്കവും അടച്ചിടാൻ സാധ്യതയുള്ള രക്തനാളികളെ ഉൾക്കൊള്ളിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രമേഹം. ഡയബറ്റീസ്. 40 വയസ്സിന് മുകളിലെ പ്രായത്തിലുള്ളവരിൽ ഡയാബറ്റീസ്, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയാബറ്റീസ് ഹൃദയാഘാതത്തിന്റെ ഒരു പ്രധാന പ്രേരകമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡയാബറ്റിസ് രക്തത്തിലെ പഞ്ചസാരയുടെ നിരക്കുകൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നില്ലെങ്കിൽ ഇത് ഹൃദയരോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കും.
മാനസിക സമ്മർദ്ദം, സ്ട്രെസ്. മാനസിക സമ്മർദ്ദവും ഹൃദയാവ്യാധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോലി, കുടുംബ, സാമ്പത്തിക ബാധ്യതകൾ. മറ്റ് സമ്മർദ്ദങ്ങൾ പ്രായം കൂടിയവരുടെ ഹൃദയനാളികൾക്ക് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കാം. ശാരീരിക പ്രവർത്തനത്തിന്റെ കുറവ്. വ്യായാമം ചെയ്യാത്തത് ശരീരസമ്മർദ്ദം കുറയ്ക്കുന്നതിന്റെ ഭാഗമായും ഹൃദയരോഗത്തിന്റെ സാധ്യത കൂട്ടി നിൽക്കുന്നു. പ്രായം കൂടുമ്പോൾ പലരും ശാരീരിക പ്രവർത്തനം കുറയ്ക്കുകയും അതിന്റെ ഫലമായി ഹൃദയനാളികളുടെ ആരോഗ്യത്തിന് ദോഷം സംഭവിക്കുന്നു. ഹോർമോൺ മാറ്റങ്ങൾ. 40 വയസ്സിന് മുകളിലെ സ്ത്രീകൾക്ക് പ്രമേഹത്തോടൊപ്പം പൂർണ്ണതാശയം ഉണ്ടാകുന്നതോടെ ഹോർമോണുകളുടെ കുറവുകൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. എസ്ട്രോജൻ ഹോർമോൺ ഹൃദയത്തെ സംരക്ഷിക്കുന്നതായി കരുതപ്പെടുന്നു. അതിനാൽ അത് കുറയുന്നതോടെ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണപ്പെടാം. 13 മാദകദ്രവ്യങ്ങൾ, സബ്സ്റ്റാൻസ് അബ്യൂസ്. ആൽക്കഹോൾ. കൂടുതൽ മിതമായ അളവിൽ ആൽക്കഹോൾ ഹൃദയത്തിനും രക്തസമ്മർദ്ദത്തിനും ചിലപ്പോൾ ഗുണം നൽകാമെങ്കിലും അധികം മദ്യം കഴിക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. കാറിൻ, ഗഞ്ച, കോയിൻ ഇവ പോലുള്ള മാദകദ്രവ്യങ്ങൾ രക്തപ്പിരിവ് വേഗത്തിലാക്കുകയും ഹൃദയത്തിൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും. ഇതും ഹൃദയാഘാതത്തിന് വഴി നൽകുന്നു. 14 ജനറിക് ഫാക്ടേഴ്സ്. പാരമ്പര്യപരമായ ഹൃദയവ്യാധികൾ ഉള്ളവർക്കുള്ള പ്രായം കൂടിയ സാഹചര്യത്തിൽ ഹൃദയാഘാതം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. താൽപര്യങ്ങൾ. ഹൃദയാഘാതം ഒഴിവാക്കാനായി ശരിയായ ഭക്ഷണം, ശാരീരിക പ്രവർത്തനം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, ഒപ്പം പൈതൃകപരമായ പരിരക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. 40 മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ഘടകങ്ങൾ ശരിയായി പരിഗണിക്കുന്നത് ഹൃദയനിരന്തരം നിലനിർത്തുന്നതിന് സഹായകരമാണ്. വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ. വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് 40 കുറയ്ക്കുക. 40 പ്രായത്തിൽ മോണോവാസ്കുലർ ഹാർട്ട് ഡിസീസ്, പ്രമേഹം, ഹൈപ്പർടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ എന്നിവ ഒരു വ്യക്തിയിലും ഒന്നിച്ചു ഉണ്ടാകാം. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തമ്മിൽ ചേർന്ന് ഹൃദയാഘാതത്തിന്റെ അപകടസാധ്യത വർദ്ധിപ്പിക്കും. വൈകല്യങ്ങൾ. ക്രോണിക് ഇൻഫ്ലമേഷൻ. പച്ചക്കോക്ക്, അമിതഭക്ഷണം, മലിനീകരണം എന്നിവ മൂലത്തിൽ ദീർഘകാലം ശാരീരികാവസ്ഥയിൽ നിന്നുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഹൃദയത്തിന്റെ ശാരീരിക പ്രവൃത്തി മെച്ചപ്പെടുത്തുന്നുവെന്ന് പറയാം. എന്നാൽ ഇത് ഹൃദയസംഘടനയുടെ സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാക്കി പ്രായമുള്ളവരുടെ ഹൃദയാരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ദ്രുതമാറ്റങ്ങൾ. റാപ്പിഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ബഹുദൂരമായ ഒരു മാനസിക സമ്മർദ്ദം, ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷണശീലങ്ങളുടെയും കാര്യത്തിൽ അനിയന്ത്രിതമായ മാറ്റങ്ങൾ ഹൃദയ ആരോഗ്യത്തിനും ദോഷകരമായിരിക്കാം. ഈ മാറ്റങ്ങൾ അവയുടെ ദീർഘകാലിക ഫലമായി ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഹൃദയാഘാതം, ലോകീയഗാരിതം, പടർന്നു പോകുന്ന ആശങ്കകൾ. പ്രായം കൂടിയവർക്ക് അവരെ ചുറ്റുന്ന ജീവിതശൈലി, ഭക്ഷണശീലങ്ങൾ, മനോഭാവങ്ങൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ ഘടകങ്ങൾ പ്രധാനമാകുന്നു. എല്ലാം ചേരുമ്പോൾ ഹൃദയാഘാതം, സ്ട്രോക്ക്, റീനോ, മൂത്ര പ്രശ്നങ്ങൾ, സ്ട്രെസിന്റെ സാധ്യതകൾ കൂടിയേക്കാം. ഒരു വ്യക്തി എങ്ങനെ സ്വയം നിയന്ത്രിക്കുന്നുവെന്നും രോഗനിർണയ പ്രക്രിയയെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്നും കൂടാതെ പാരമ്പര്യക്കാർക്ക് ഉള്ള കാലം കണ്ടെത്തുക. 40 വയസ്സിന് ശേഷം ആരോഗ്യകരമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും മുഖ്യമാണ്. പ്രതിരോധത്തിന് മാർഗങ്ങൾ. നിതാന്ത ശാരീരിക പ്രവർത്തനം. 30 മിനിറ്റ് വ്യായാമം അല്ലെങ്കിൽ കസർച്ചുകൾ ഓരോ ദിവസവും ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പോഷകാഹാരവും ന്യായം. പരിമിതമായ കൊളസ്ട്രോൾ, പഞ്ചസാര, കിടപ്പായ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കി പഴം, കായികാഹാരങ്ങൾ, അനിയന്ത്രിതമായ പച്ചക്കറികളും പോഷകങ്ങളുമുള്ള ഭക്ഷണം സ്വീകരിക്കുക. ആവശ്യമായ സൂക്ഷ്മ പരിശോധനകൾ. ഹൃദയാരോഗ്യത്തിന്റെ വിലയിരുത്തലുകൾ. ഏകിങ്, ബ്ലഡ് പ്രഷർ ചെക്സ്, കൊളസ്ട്രോൾ ലെവൽസ് ആയ പരിശോധനകൾ നടത്തുന്നുണ്ടായിരിക്കണം. മാനസികാരോഗ്യം. മാനസിക സമ്മർദ്ദം, ദുഃഖം എന്നിവ നിയന്ത്രിക്കാൻ മാനസിക ചിന്തനം, യോഗം, ധ്യാനം അല്ലെങ്കിൽ പ്രണാളി സുരക്ഷിതമായ രീതിയിലുള്ള രീതികളും പ്രയോജനപ്പെടാം. സിഗരറ്റ്, പുകവലി ഒഴിവാക്കുക. പുകവലി ഹൃദയവ്യാധി, എസ്തം, സ്ട്രോക്ക്, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം. ശാരീരിക വസന്തം. പ്രായം കൂടിയവർക്കുള്ള വ്യായാമശേഷി പലപ്പോഴും കുറവാണ്. എന്നാൽ എന്തെങ്കിലും ലഘുവായ വ്യായാമങ്ങൾ, നടക്കൽ, സൈക്കിൾ തുടങ്ങിയവ ശാരീരിക ആരോഗ്യത്തിനും ഹൃദയത്തിനും ഗുണകരമായിരിക്കും. സംഗ്രഹം. പ്രായം 40 കഴിഞ്ഞ ആളുകൾക്ക് ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വേഗത്തിൽ പ്രക്ഷോഭിക്കപ്പെടുന്ന പ്രധാന കാരണം ജീവിതശൈലി, ഭക്ഷണശീലങ്ങൾ, പാരമ്പര്യ അനുഭവങ്ങൾ, മാനസികാരോഗ്യം എന്നിവയാണ്. ശരിയായ ആരോഗ്യ പരിരക്ഷണങ്ങൾ സ്വീകരിക്കുന്നത് പ്രായം 40 മുകളിൽ ഉള്ളവർക്കും നല്ല ഹൃദയാരോഗ്യം നിലനിർത്താനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഈ വീഡിയോ കാണാൻ സമയം കണ്ടെത്തിയതിൽ നന്ദി.
നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യുകയും കുറച്ചുകൂടി അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ ആരോഗ്യകരമായ ഉള്ളടക്കങ്ങൾ കാണാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ. നന്ദി. നമുക്ക് വീണ്ടും കാണാം.